ഇപ്പോൾ വിവാദങ്ങൾ സഭയിൽ ടെലിഫോണിലാകി തുടരും. വരും ലോക്സഭ ദിവസങ്ങളിലും ഇപ്പോൾ ബില്ല് മുൻ സെക്രട്ടറി ജനറൽ പി.ടി. ആചാര്യുണ്ട്. ശ്രീ പി.ടി. ആചാര്യ, നിലവിൽ ഒരു ഭരണഘടനാ ഭേദഗതി ബില്ലുമേലുള്ള ചർച്ച അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പാസ്സാക്കിയെടുക്കാൻ കേന്ദ്രത്തിന് കഴിയില്ല എന്ന വിലയിരുത്തലുകൾ വരുന്നു. നിലവിലെ അംഗബലം അനുസരിച്ച് അത് സാധിക്കില്ല എന്നാണ് പൊതുവിലയിരുത്തൽ. പക്ഷേ ഈ ചർച്ചയിലുടനീളം ഉയർന്നു വന്ന ഒരുപാട് വാദപ്രതിവാദങ്ങളുണ്ട്. എന്തുകൊണ്ട് ഇത്രയും നാളായി ഇങ്ങനെ ഒരു ബില്ല് അത് പാസ്സാക്കിയെടുക്കാനോ അല്ലെങ്കിൽ വ്യവസ്ഥകൾ നടപ്പിലാക്കാനോ കഴിഞ്ഞില്ല എന്ന കുറ്റപ്പെടുത്തലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുണ്ട്. എന്താണ് നിലവിൽ നടക്കുന്ന ചർച്ചകളെ കുറിച്ച് താങ്കൾക്ക് തോന്നുന്നത്? അതിൽ ഇപ്പോഴും ഇങ്ങനെയൊരു ബില്ല് കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് അത് വ്യക്തമായില്ല. കാരണം ഇതിപ്പോ ഇന്നലെ 16-ാം തീയതിയാണല്ലോ തുടങ്ങിയത്. ഈ ബില്ല് അടുത്ത മാസത്തിൽ കൊണ്ടുവന്നാലും അല്ലെങ്കിൽ അടുത്ത സെഷനിൽ കൊണ്ടുവന്നാലും ഒരു കുഴപ്പവും ഉണ്ടാകുമായിരുന്നില്ല. കാരണം അവർക്ക് ഗവൺമെന്റിന് ഈ വിമൻസ് റിസർവേഷൻ, വനിതകളുടെ സംവരണം 29 നടപ്പിലാക്കണം എന്നാണ് താല്പര്യമെങ്കിൽ, അത് തന്നെയല്ല ഗവൺമെന്റിന് തോന്നുകയാണ് 29 ഈ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 82 പറഞ്ഞിരിക്കുന്ന ആ ഒരു പ്രൊസീജിയർ അനുസരിച്ച് പോവുകയാണെങ്കിൽ 29 ഇത് നടപ്പിലാക്കാൻ വയ്യാതെ വരും. കാരണം ഈ ഒരു പ്രോസസ്സിന്, അതായത് സെൻസസ് കംപ്ലീറ്റ് ചെയ്യണം, അത് കഴിഞ്ഞ് ഡെലിമിറ്റേഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യുവൻസീസ് നടക്കണം, ഇതെല്ലാം കൂടെ സമയം കുറെ എടുക്കും എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പൊ അവർ പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അത് ഒന്നാമത് പാർലമെന്റിനെ ബോധ്യപ്പെടുത്തണം എന്താണ് ഈ സമയമെടുക്കുന്ന സംഗതി എന്നുള്ളത്. അത് ചെയ്തിട്ടില്ല. രണ്ടാമത് ഇത് അടുത്ത മാസത്തിൽ ചെയ്യാമല്ലോ, അല്ലെങ്കിൽ അടുത്ത സെഷനിൽ ചെയ്യാം, എന്നാലും വ്യത്യാസമൊന്നും വരുന്നില്ല. കാരണം ഇതിപ്പം പാസ്സാക്കിയാൽ തന്നെ ഈ വിമൻസ് റിസർവേഷൻ, വനിതാ സംവരണം എന്ന് പറയുന്ന ബില്ല് അത് നടപ്പിൽ വരാൻ പറ്റുന്നത് 2029 മാത്രമേ ഉള്ളൂ. ഈ ഒരു ലോക്സഭയുടെ കാലാവധിക്ക് ഉള്ളിൽ നടക്കാൻ പറ്റത്തില്ല, അത് നടത്താൻ പറ്റുകയില്ല. അപ്പൊ പിന്നെ ഇത്ര ധൃതി വെച്ച് 16-ാം തീയതി തന്നെ, അതും 2 അസംബ്ലി ഇലക്ഷൻസ് നടക്കാൻ പോകുന്നു, അതിന് ഒരാഴ്ചയ്ക്ക് മുമ്പ് ഈ ബില്ല് കൊണ്ടുവന്ന് ഇത്രയും വളരെ ദൂരവ്യാപകമായ കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു ബില്ല് കൊണ്ടുവന്ന് പാസ്സാക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് മറുപടി ഇന്നുമില്ല. അതൊരു കാര്യം. പിന്നീട് ആർട്ടിക്കിൾ 82 അനുസരിച്ച് ഒരു സെൻസസിന്റെ കംപ്ലീഷന് ശേഷമാണ് ഡെലിമിറ്റേഷൻ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത്. അല്ലെങ്കിലല്ലേ അവർക്ക് ഈ പുതിയ സെൻസസ് ഫിഗേഴ്സ് എടുത്തിട്ട് അതിന്റെ ബേസിസിൽ തീരുമാനിക്കാൻ പറ്റുള്ളൂ എന്ത് ഫോർമുലയാണ് അക്സെപ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. അതില്ലാതെ ഗവൺമെന്റ് ഇതെല്ലാം ഈ അമെന്റ്മെന്റ് ഒക്കെ കൊണ്ടുവന്ന്, അതായത് 82, 81 എല്ലാം മാറ്റി 2011 സെൻസസിന്റെ ഫിഗേഴ്സ് എടുത്തു വെച്ച് ഇതനുസരിച്ച് നമുക്ക് ഈ കോൺസ്റ്റിറ്റ്യുവൻസീസിന്റെ പോപ്പുലേഷൻ ബേസ് ഒക്കെ തീരുമാനിക്കാമെന്നും ഒക്കെയാണ് അവർ പറയുന്നത്. ശ്രീ പി.ടി. ആചാര്യ അപ്പോൾ പറയുന്നു അത് ആ സെൻസസിനെ ബേസ് ചെയ്ത് മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരുപോലെ എന്ന രീതിയിൽ നൽകാം. അതിലെന്താണ് തെറ്റ് എന്നാണ് ചോദ്യം. അത് തെറ്റ് എന്നുള്ളതല്ല, അത് പ്രത്യക്ഷത്തിൽ അത് വളരെ റീസണബിൾ ആയിട്ട് തോന്നാമെങ്കിലും ഇതിനകത്തൊക്കെ ചില ക്യാച്ച് ഉണ്ട്. അതായത് ഇപ്പോ കോൺസ്റ്റിറ്റ്യൂഷന്റെ 81-ാം വകുപ്പില് പറഞ്ഞിരിക്കുന്ന ഒരു ഫോർമുലയുണ്ട്. അതായത് ഈ രാജ്യത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസികളിലും ഇടയും പോപ്പുലേഷൻ ബേസ് ഒരുപോലെ ആയിരിക്കണമെന്നാണ് കഴിയുന്നത്ര. ഇപ്പൊ 71 പോപ്പുലേഷൻ അനുസരിച്ച് 76 ഇത് അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ 10 ലക്ഷം ആളുകൾ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിക്ക്, അതായത് ഒരു നിയോജക മണ്ഡലത്തിൽ എന്നുള്ള ഒരു കണക്കിലാണ് വെച്ചിരുന്നത്. ഇതെല്ലാം കോൺസ്റ്റിറ്റ്യുവൻസീസ് എല്ലാം റീഡ്രോ ചെയ്തത്. 10 ലക്ഷം എന്ന് പറയുമ്പോൾ UP-യിലും അത് തന്നെ, കേരളത്തിലും അത് തന്നെ, തമിഴ്നാട്ടിലും അത് തന്നെ, എല്ലാ സംസ്ഥാനങ്ങളിലും അങ്ങനെ തന്നെ അതായിരുന്നു. അതായത് 1 person 1 vote 1 value ഈ ഒരു പ്രിൻസിപ്പിളാണ് ഇതിന് അടിസ്ഥാനമായിട്ടുള്ളത്. പക്ഷെ അത് ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം UP-യിൽ 30-31 ലക്ഷം ആൾക്കാരാണ് ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ആവറേജ് ഉള്ളത്. നമ്മുടെ ആണെങ്കിലും 10 നമുക്കുണ്ടായിരുന്നത് 17 മറ്റോ ആയത് എന്ന് പറയാം. അതുപോലെ എല്ലാ സംസ്ഥാനങ്ങളിലും ആ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് ഒരു പുതിയ ഫോർമുല? ഒരു കോൺസ്റ്റിറ്റ്യുവൻസി റീഡ്രോ ചെയ്യുക അല്ലെങ്കിൽ റീഡെലിമിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് പോപ്പുലേഷന്റെ ബേസിസ് അല്ലാതെ വേറെ ഒരു ബേസിസും ഇല്ല. അതാണ് ജിയോഗ്രാഫിക്കലായിട്ട് ചെയ്യാൻ പറ്റില്ല, അശാസ്ത്രീയമായ ഒരു കാര്യമാണ് അത്.
പോപ്പുലേഷൻ ആചാര്യ, അവിടെയാണ് പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിക്കുന്നത് ഈ ജനസംഖ്യാ നിയന്ത്രണം ഫലപ്രദമായി നടപ്പാക്കിയ സംസ്ഥാനങ്ങൾക്ക് തിരിച്ചടിയാകും ഈ നീക്കം എന്ന്. അത് തിരിച്ചടിയാകുമെന്ന് പറഞ്ഞപ്പോൾ അത് വേറൊരു കാര്യമുണ്ട്. ഇവർ ഈ 50% വർദ്ധിപ്പിക്കുന്നു എന്ന് പറയുന്നത് അതുകൊണ്ട് പ്രത്യക്ഷത്തിൽ എല്ലാവർക്കും ഒരുപോലെയാണല്ലോ. ഇപ്പൊ കേരളത്തിൽ 30 സീറ്റ് വരും. കേരളവും യു പിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ 60 സീറ്റാണ്. പക്ഷേ ഈ 50% എല്ലാവർക്കും യൂണിഫോംലി കൊടുക്കുമ്പോൾ കേരളത്തിന് 10 സീറ്റ് വരുമ്പോൾ കേരളവും യു പിയും തമ്മിലുള്ള വ്യത്യാസം 90 മാറും. 60 നിന്ന് 90 മാറുന്നു. അതായത് വലിയ സംസ്ഥാനങ്ങൾക്ക് വലിയ വർധനയും ചെറിയ സംസ്ഥാനങ്ങൾക്ക് ചെറിയ വർധനയും. അതാണ് ഈ 50%-ന്റെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ കോൺസിക്വൻസ് എന്ന് പറയുന്നത്. അതിനെ മാറ്റി വെച്ചിട്ട് ഈ 50% വർധന എന്ന് ഈ ഗവൺമെന്റ് പറയുന്നത് അത് കോൺസ്റ്റിറ്റ്യൂഷനിലൊന്നും പറയുന്നില്ല. കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ ഒരു ഫോർമുലയാണ് ഇപ്പോഴും. കാരണം ഈ അമെന്റ്മെന്റ് കൊണ്ടുവന്നിട്ടും ആ ഫോർമുല അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 81 റീറ്റെയിൻ ചെയ്തിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആ ഫോർമുല മാൻഡേറ്ററി ആണ്. ആ ഫോർമുല അനുസരിച്ച് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് മാറ്റണമായിരുന്നു. മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ഫോർമുല കൊണ്ടുവരണമായിരുന്നു. അത് ചെയ്തിട്ടില്ല. അത് ചെയ്യാത്തിടത്തോളം കാലം എന്താണ് പോപ്പുലേഷൻ ബേസ്? യു പിയുടെ ഇപ്പം 31 ആണെങ്കിൽ 20 ലക്ഷം ആളുകൾ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഉണ്ടാവണം എന്ന് ഈ ഡെലിമിറ്റേഷൻ കമ്മീഷൻ നിശ്ചയിക്കുകയാണെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? കേരളവും അതുപോലുള്ള സംസ്ഥാനങ്ങൾക്കൊക്കെ എന്താ സീറ്റ് കുറയാനാ സാധ്യത. യു പിക്കൊക്കെ ആണെങ്കിൽ വളരെ കൂടുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഒരു ഇംബാലൻസ് ഉണ്ടാവും. അത് ഈ റീറ്റെയിൻ ചെയ്തിരിക്കുന്നതിന്റെ ഒരു കാരണം അവർ പറയുന്നുമില്ല. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് ഈ വ്യക്തതയില്ലാത്ത ഒരു രീതിയാണ് ഇപ്പൊ ഇതിനകത്ത് ആകെ കൂടി ഉള്ളത്. ഈ ഒരു പ്രശ്നം, ഞാൻ ഈ പറഞ്ഞ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതേ രീതിയിൽ അവർ പാർലമെന്റിൽ അത് റേസ് ചെയ്തെന്നുള്ളത് എനിക്കറിഞ്ഞൂടെ. ഞാൻ ഈ ഡിസ്കഷൻ ഫോളോ ചെയ്യുന്നില്ലായിരുന്നു, അറിഞ്ഞില്ല. പക്ഷെ അതിന് മറുപടി പറയേണ്ട ചുമതല ഗവൺമെന്റിനുണ്ടേ. ഈ 50% എന്ന് പറയുമ്പോൾ അത് ഭരണഘടനയ്ക്കകത്തില്ല. ഡെലിമിറ്റേഷൻ കമ്മീഷൻ ഈ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവർ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചായിരിക്കും. ഒരു ഗവൺമെന്റ് ഹൗസിൽ പറയുന്ന കാര്യമൊന്നും അവർ നോക്കത്തില്ല. യെസ്, എന്തായാലും ഇത് വോട്ടിനിടാൻ പോവുകയാണ്. നിലവിലെ സ്ഥിതി അനുസരിച്ച് ഇത് പാസ്സാകില്ല എന്ന് പറയുന്നു. എന്തായാലും ആഭ്യന്തരമന്ത്രി അമിത്ഷാ അല്പസമയത്തിനകം സംസാരിക്കുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ ഒരുപക്ഷെ ആഭ്യന്തരമന്ത്രി സൂചിപ്പിക്കുമോ എന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ശ്രീ പിരിട്ടി ആചാരി, മുൻ ലോക്സഭാ സെക്രട്ടറി ജനറൽ കൂടിയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.